അക്ഷയ തൃതീയയും അതിൻ്റെ പ്രാധാന്യവും. അക്ഷയ എന്നാൽ ക്ഷയിക്കാത്തത് അല്ലെങ്കിൽ നശിപ്പിക്കാനാവാത്തത് എന്നും തൃതീയ എന്നത് മൂന്നാം ചാന്ദ്രദിനം എന്നുമാണ് അർത്ഥമാക്കുന്നത്. പഞ്ചാംഗപ്രകാരം വൈശാഖമാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ ചാന്ദ്രദിനമാണ് അക്ഷയ തൃതീയയായി ആചരിച്ചു പോരുന്നത്. ഒരിക്കലും ക്ഷയിക്കാത്ത സമ്പൽ സമൃദ്ധിയുടെ ദിവസത്തെയാണ് ഇത് കുറിക്കുന്നത്. അക്ഷയ തൃതീയ ദിനത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും നശിക്കില്ല എന്നാണ് വിശ്വാസം. ഈ ദിവസം ദാനാദിധർമ്മങ്ങൾ നടത്തുന്നത് അതീവ പുണ്യകരമാണ്. അക്ഷയ തൃതീയയിൽ ചെയ്യുന്നതെന്തും ശാശ്വതമായി നിലനിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ തന്നെ ഈ ദിവസം മംഗളകരമായ കാര്യങ്ങൾ തുടങ്ങിയാൽ, അതായത് വീട്, വസ്തു അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ എന്നിവ വാങ്ങുന്നത് ശാശ്വതമായി നിലനിൽക്കുമെന്നും ഭാഗ്യകടാക്ഷം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ദിനത്തിൽ പ്രകൃതി പോലും ഒരുങ്ങി നിൽക്കുന്നതായി ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്നു. അക്ഷയ തൃതീയ ദിവസം സൂര്യന് അതിൻ്റെ പൂർണ്ണപ്രഭയിൽ നിൽക്കുന്നതും ജ്യോതിഷപ്രകാരം ചന്ദ്രനും അതിൻ്റെ ഏറ്റവും ഉത്തമമായ സ്ഥാനത്താണ് ഈ ദിവസം നിൽക്കുന്നത്. അക്ഷയ തൃതീയ നാളിൽ ചെയ്യുന്ന ഏത് പുണ്യകർമ്മങ്ങളുടെയും ഫലം അനന്തമാണെന്ന് വിശ്വാസികൾ പറയുന്നു. ഈ ദിനം സ്വർണം വാങ്ങുന്നതിൻ്റെ സവിശേഷത ഒന്ന് വേറെ തന്നെ എന്ന് വിശ്വസിക്കുന്നവർ ധാരാളമാണിപ്പോൾ. അന്ന് എന്തു വാങ്ങിയാലും ഇത് ഇരട്ടിക്കുമെന്ന വിശ്വാസവും പ്രബലപ്പെട്ടു വരികയാണ്. എന്നാൽ ഇതിനെപ്പറ്റി ശരിയായ ധാരണ ആർക്കുമില്ലാത്തത് അക്ഷയ തൃതീയ എന്നാൽ സ്വർണം വാങ്ങാനുള്ള ദിവസമാക്കി മാറ്റാൻ ജ്വല്ലറിക്കാർക്ക് വഴിയൊരുക്കി എന്നതാണ് സത്യം. വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളായ പരശുരാമൻ, ബലഭദ്രൻ എന്നിവർ ജനിച്ച ദിവസം കൂടിയാണത്. അതിനാൽ പരശുരാമ ജയന്തി, ബലഭദ്ര ജയന്തി അഥവാ കർഷകരുടെ പുണ്യദിവസം എന്നൊക്കെ പ്രാദേശികമായ പല പേരുകളിൽ ഇത് അറിയപ്പെടാറുണ്ട്. വിഷ്ണുധർമ്മസൂത്രത്തിലാണ് അക്ഷയ തൃതീയയെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം കാണുന്നത്. അന്നേ ദിവസം ഉപവസിക്കുകയും വിഷ്ണു ഭഗവാന് അന്നം നിവേദിക്കുകയും പിന്നീട് അതുകൊണ്ട് അഗ്നിയെ പ്രീതിപ്പെടുത്തിയ ശേഷം ദാനം ചെയ്യുകയും വേണമെന്ന് അതിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. താൻ സർവപാപമോചനമാണ് ഫലം. അന്നേ ദിവസം നേടുന്ന പുണ്യം അക്ഷയമായി തന്നെ ഇരിക്കും. മത്സ്യപുരാണത്തിലും നാരദീയ പുരാണത്തിലും അക്ഷയ തൃതീയയെപ്പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട്. ഭവിഷ്യോത്തരത്തിലും അന്നു ചെയ്യപ്പെടുന്ന സ്നാനം, ദാനം, ജപം, ഹോമം, സ്വാധ്യായം, പിതൃതർപ്പണം എന്നീ കർമ്മങ്ങൾ അക്ഷയഫലപ്രദമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഏവർക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാകുമാറാകട്ടെ.